വർഷങ്ങളായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുഴയും നമ്മുടെ വായും രണ്ടും മലിനമാക്കിയ ഈ ദുർഗന്ധ ഇതിനെതിരായിട്ട് വർഷങ്ങളായിട്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പല ആൾക്കാരോടും പല നേതാക്കളെയും ആൾക്കാരൊക്കെ കണ്ടിട്ട് വീരം പറഞ്ഞിട്ട് ആ ഒരു അവസ്ഥയിൽ സധൈര്യം മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സമരത്തിന് ഏറ്റെടുത്തുകൊണ്ട് അതിന് മുമ്പിൽ വെക്കുന്ന എല്ലാ ബാബു അടക്കമുള്ള അജ്മൽ പുഷ്പൻ ഇതിന്റെ കാരണവർ തന്നെ പിന്നെ ഈ 3 മെമ്പർമാര് ഇവര് മെമ്പർമാരാന്ന് ഞാൻ പറയില്ല. ഞാൻ പറയല് ഇവര് 3 ആളും MLA മാരാ. നമ്മളെ MLA മാരാണ് ഇവര്. നമ്മളങ്ങനെ കാണുന്നത്. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഇതിന്റെ വഴിയേക്ക് നടന്ന് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാ മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവരെ കൂടുതൽ വന്നിട്ട് ഈ സ്ത്രീകള് സ്വന്തം പലരെ കുട്ടികളെ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയത്തിന് ഞാനിപ്പോൾ എല്ലാ ദിവസവും കാണുന്ന. പിന്നെ ഞാനൊക്കെ അത് പറച്ചിൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞാൻ 4 കൊല്ലമായി പോയത് കുളിച്ചിട്ട്. ഞാൻ സ്ഥിരം കുളിക്കുന്ന ഒരാളെ. അപ്പോൾ ഞാൻ പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടാണ്. അവിടെ ഒരു ദിവസം 4 കൊല്ലം മുമ്പ് പച്ചക്കറി ഉണ്ടാക്കി ഇവിടെ നടന്നു വരുന്നത് കാല് തേച്ചിരിക്കുന്ന കോയമ്പിൽ വെച്ചേന്ന മാതിരി കാലിന് ഒരു ഒട്ടല്. അപ്പം ഞാൻ വെള്ളം എടുത്തൊന്നും തന്നോണ്ട് വെച്ച് വെച്ചിരിക്കുന്നത് ഉണക്കുന്നതുകൊണ്ട് അതിനോട് ഞാൻ കുളിച്ചില്ല. അന്ന് തൊട്ടിട്ട് ഞാൻ എൻ്റെ കരിഞ്ഞമണ്ണ ഈ പുഴയത്തിൻ്റെ മുഴുവൻ ആൾക്കാരോട് പറയുന്നു ഈ പുഴയിലെന്തോ ഒഴുക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മ പറയും മറ്റേ എല്ലാവരും പറയും ഒഴുക്കുന്നുണ്ടെന്ന് പറയാതല്ലാണ്ട് ഒരു സമരമായിട്ട് കൂടെ മുമ്പോട്ട് വന്നില്ല. ഇതിൻ്റെ ഈ ഷെഡിൻ്റെ പണിയോടെ നടക്കുന്നതിന് ഞാൻ കൂടുതലായി പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചാൽ അതൊന്ന് പച്ചക്കറി കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് വിടുമല്ലോ. ഈ കച്ചവടം അങ്ങനെ കണ്ടപ്പോൾ മുട്ടായിട്ടോ ഇപ്പോൾ കച്ചവടത്തിനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഈ ബാനർ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അറിയാതെ പറഞ്ഞു ഈ മാസാവുക. കാരണം അത്രയ്ക്ക് ഈ സധൈര്യം ബാബു അടക്കമുള്ള ആൾക്കാർ ഈ സമരം ഏറ്റെടുത്ത് നടത്തുന്ന ആദ്യങ്ങളെ പ്രശംസിക്കുകയാണ്. ഞാൻ വാനോളം പോയിട്ടില്ല. ബാബു മുമ്പോടെ പത്തകിച്ച കൊടുത്തിട്ട് ബാബു ഒരു വാക്ക് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാപ്പയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ബാബുവിൻ്റെ ബാപ്പയായിട്ട് അങ്ങനെ ഒരു ബന്ധം എനിക്കറിയാം. കാരണം ബാപ്പ പറഞ്ഞാൽ ജോലിയിലും എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുന്നില്ല. അപ്പം മൂസക്കാൻ്റെ അടുത്ത് ജീവിക്കുന്ന 10 കൊല്ലത്തെ പരിചയിക്കുന്നുണ്ട്. മൂസക്കാൻ്റെ അടുത്ത് വന്ന ഒരാൾ കാര്യം പറഞ്ഞാൽ മൂസക്കായ കഴിയുന്നതാണെങ്കിൽ ഞാനൊരു കാര്യമാണെങ്കിൽ മൂസക്കായാലും ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരു കാര്യവും പരാജയപ്പെട്ടു പോയി. ആ വാപ്പൻ്റെ മോനെ എന്നുള്ള നിലയ്ക്ക് മോനെ ഈ വളരെ സന്തോഷം. ഓനെ പണി മുഴുവൻ മാറ്റി വെച്ചിട്ട് ഇതിനൊരു ചില കാര്യമല്ല. ഇവരൊക്കെ ചെറുപ്പക്കാരാ. ഇവർക്കൊക്കെ അവനാനവനാൻ്റെതായിട്ടുള്ള കച്ചവടം കാര്യങ്ങൾ ബാക്കിയുള്ളതിൻ്റെ പേര് ഏതായാലും നിലയ്ക്ക് സമരത്തി ഇന്നലെ അങ്ങോട്ട് ഇത് കേരള എല്ലാവരെയും ഇഷ്ടപ്പെട്ട ഒരു അതുകൊണ്ട് തന്നെ നാളത്തെ പരിപാടി ആരെങ്കിലും പോകാൻ വേണ്ടി ശ്രമിച്ചുകൂടായല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും പെട്ടെന്ന് പോയക്കൂടാ ശുദ്ധ ജലം ഒഴുകുന്ന ഒരു അന്തരീക്ഷവും അതുപോലെ വായു നല്ല സ്ഥാനം പുഴയൊന്നും കുടിക്കാൻ ആഗ്രഹം പുഴ ഇത്രയും പെട്ടെന്ന് നമുക്ക് സംജാതമായി കിട്ടുന്നതെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പരിപാടികൾ